കേരളത്തിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ചാനലുകളുടെ ജനപ്രിയത അളക്കുന്ന ഏക സംവിധാനം ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ന ബാർക്കിന്റെ മറവിൽ അതിലെ ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ മുതലാളി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ഉടമ ഈ ബാർക്ക് ജീവനക്കാരനുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതും പ്രേക്ഷകരുടെ മുന്നിൽ തെളിവ് സഹിതം ഞങ്ങൾ എത്തിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ DGP ശ്രീ റവാഡ ചന്ദ്രശേഖർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. DGP സാർ, ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്, കേൾക്കുന്നുണ്ട് സാർ. ഞങ്ങൾ പുറത്തുവിടുന്നത് ഈ റേറ്റിംഗിൽ നടക്കുന്ന ഒരു തട്ടിപ്പിന്റെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് അറിയുന്നത് പോലെ ഈ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി എൻക്വയറി നടക്കുന്നുണ്ട് ഇതിലെ. ശ്രീ റവാഡ ചന്ദ്രശേഖർ, ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പണം കൈമാറ്റം ചെയ്തിരിക്കുന്നു. അത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. അത് എത്തിയ ആൾ, അതായത് ഇത് കൈക്കൂലി വാങ്ങിയ ആൾ കിട്ടി എന്ന് തംസപ്പ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാട്സാപ്പ് ചാറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തരം ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് കേരള പോലീസിന് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുക? ഇത് നമ്മുടെ സൈബർ ഡിവിഷൻ ഇതിൽ നോക്കുന്നതാണ്. സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിന്റെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സർ, പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ടോ? ഒരു ടൈം ഫ്രെയിം ഇതിന് നിശ്ചയിച്ചിട്ടുണ്ടോ? അതിന്റെ ഇപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ പ്രിലിമിനറി എൻക്വയറി നടക്കുന്നതുകൊണ്ട് ആ പ്രിലിമിനറി എൻക്വയറിന്റെ മറ്റേ ഫൈൻഡിങ്സ് ബേസിസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അതിന്റെ ഇപ്പോൾ പറയാൻ പറ്റില്ല ടൈം ഫ്രെയിമിന്റെ കാര്യത്തിലേക്ക്. സാർ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു ക്രിമിനൽ നടപടി, ഇതൊരു ക്രിമിനൽ ആക്ട് ആണല്ലോ അല്ലേ? ആ നിലയ്ക്കാണല്ലോ നമ്മുടെ അന്വേഷണം പോവുക അല്ലേ സാർ? അതെ, നമുക്ക് ഈ പ്രിലിമിനറി എൻക്വയറിയിൽ കിട്ടിയ ഫൈൻഡിങ്സ് ബേസിസിലാണ്. അതിന്റെ നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ നമ്മൾ മുന്നോട്ടേക്ക് ലോ വിൽ ബി സെറ്റ് ഇൻ മോഷൻ. സാർ, എത്ര ഗൗരവമുള്ളതായിട്ടാണ് DGP സാർ ഇതിനെ കാണുന്നത്? ഈ ആക്ട് ഓഫ് എനി വയലേഷൻ ഉണ്ടെങ്കിൽ അത് ഗൗരവം തന്നെയാണ്. ഇതാണെങ്കിലും പിന്നെ അത് പ്രിലിമിനറി എൻക്വയറിന്റെ ഫൈൻഡിങ്സ് ബേസിസിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതിലേക്ക്. ശരി, താങ്ക് യു വെരി മച്ച് സാർ. ഏതായാലും ഈ സമയത്ത് താങ്കൾ പ്രതികരിച്ചതിന് DGP ശ്രീ റവാഡ ചന്ദ്രശേഖർ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ ഇതുപോലെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി തന്നെയാണ് കേരള പോലീസ് കാണുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള പോലീസ് ഈ വിഷയത്തിൽ, ഈ തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞെന്ന് DGP റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ 24-ലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സത്യയുമായി ബന്ധപ്പെട്ട് 24 പുറത്തുവിട്ട ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ഫോൺ ഫാമിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് കേരള പോലീസ് ഇതാ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. DGP റവാഡ ചന്ദ്രശേഖർ അക്കാര്യം 24-ലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.